10th കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല, 12th കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല, ബിടെക് എടുത്തത് സിവിൽ എഞ്ചിനീയറിംഗിൽ. പക്ഷെ ഇന്ന് ഞാനൊരു ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. ഡാറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു ഡിഗ്രിയും ഇല്ലാണ്ട് എനിക്ക് ഈ ഒരു ജോബിൽ എത്തിപ്പെടാൻ പറ്റി. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഡാറ്റ സയൻസ് ഡിഗ്രി ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിൽ നിന്നും ട്രാൻസിഷൻ ചെയ്ത് ഡാറ്റ സയൻസ് ഫീൽഡിൽ ഒരു ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ഒട്ടും വൈകാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ പേര് അഡോൺ മാത്യു. ഞാൻ കറൻ്റ്ലി ഡാറ്റ സയൻറ്റിസ്റ്റായി സിസ്ട്ര കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നു. സ്കൂൾ ഡേയ്സ് തൊട്ടേ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 10th വരെ പഠിച്ചത് കാർണഗിരി എന്ന CBSE സ്കൂളിലായിരുന്നു. CBSE സിലബസ് ആയതുകൊണ്ട് തന്നെ 9th 10th എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT സബ്ജക്ട്സ് ഇല്ലായിരുന്നു. അങ്ങനെ 10th കഴിഞ്ഞ് +1 ജോയിൻ ചെയ്യുന്ന ടൈമായി. നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ ജീവിതത്തിൽ പ്രധാന വഴിത്തിരിൽ വന്നെത്തി. എല്ലാവരെയും പോലെ ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്കൊരു എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ +1 +2 സയൻസ് ചൂസ് ചെയ്യാമെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ അതിലും 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ബയോ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷെ മിക്കവരുടെ അഭിപ്രായങ്ങൾ വന്നിരുന്ന ഒരൊറ്റ ഓപ്ഷനിലായിരുന്നു, ബയോ സയൻസ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഫസ്റ്റ്, ബയോ സയൻസ് പഠിച്ചൊരു കൊച്ചിന് ഏതൊരു ഫീൽഡിലേക്കും പോവാം. അതായത് മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ കൊമേഴ്സ് ഫീൽഡിലേക്കോ എന്നിങ്ങനെ ഏത് ഫീൽഡിലേക്കും ബയോ സയൻസ് പഠിച്ചൊരു കൊച്ചിന് പോകാൻ പറ്റും. വളരെ സേഫ് ആയിട്ടൊരു ഓപ്ഷൻ. സെക്കൻഡ്, കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന ഒപ്പീനിയൻ. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇന്നേ വരെ കോഡിംഗ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ ഒപ്പീനിയൻ തന്നെയല്ലേ? അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമായി. എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. എൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വളരെ സേഫ് ആയിട്ടുള്ള ബയോ സയൻസ്, രണ്ടാമത്തേത് വളരെ ബുദ്ധിമുട്ടെന്ന് അഭിപ്രായപ്പെടുന്ന കമ്പ്യൂട്ടർ സയൻസ്. ഇതിന് പുറമെ ഞാൻ 9th 10th കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുമില്ല. അങ്ങനെ എൻ്റെ മുന്നിൽ ഏറ്റവും സേഫ് ഓപ്ഷനായ ബയോ സയൻസ് ഞാൻ ചൂസ് ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ +1 ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ CBSE നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി. അങ്ങനെ +1 +2 കഴിഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു 1 year ബ്രേക്ക് എടുത്ത് പാലായിലുള്ള ബ്രില്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. സ്കൂൾ ടൈമിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നത് മാത്സ് ആയിരുന്നു. ഈ ഒരു കോച്ചിങ് കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ മാത്സിനോട് ഇൻട്രസ്റ്റ് ഭയങ്കരമായി കൂടി. അങ്ങനെ ഞാൻ ഒരു കാര്യം ഫിക്സ് ചെയ്തു, മാത്സ് ഒരു കോർ സബ്ജക്റ്റായി വരുന്ന എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യണമെന്ന്. അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ മുന്നിൽ വന്ന ഓപ്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അങ്ങനെ NIT കാലിക്കറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗിന് ഞാൻ ജോയിൻ ചെയ്തു. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റ്സിൽ നിന്നുമുള്ള സ്റ്റുഡൻസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് എന്നിങ്ങനെയുള്ള ഒരു എൻവോൺമെന്റ് ആയിരുന്നു NIT ഉണ്ടായിരുന്നത്. നമ്മുടെ കൂടെയുള്ളവർ തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുന്നു, ഓൺട്രപ്രണേഴ്സ് ആവുന്നു. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രോബ്ലംസ് കണ്ടുപിടിച്ച് ടെക്നോളജി ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യുന്നു. ഇവിടെ ഈ ടെക്നോളജിയുടെ ഉപയോഗം ഏതൊരു മേഖലയും സാധിക്കും എന്നതിൻ്റെ ചിന്താഗതിയെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തു. ഒരു സിവിൽ എഞ്ചിനീയർ ആകാൻ പോകുന്ന ഞാൻ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ പഠിച്ചാൽ അതെൻ്റെ ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വളരെ സ്ട്രോങ് ആയി ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജും അതാണ്. നിങ്ങൾ ഏതൊരു ഫീൽഡിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരാണെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജീസ് പഠിച്ചാൽ അത് നിങ്ങളുടെ ഫീൽഡിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതൊരു കരിയർ ഡെവലപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെ ടെക്നോളജീസ് പഠിക്കുന്നത് റെലവൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതിന് നമ്മളത് പഠിച്ച് ചെയ്ത് തന്നെ നോക്കണം. അങ്ങനെ ഞാൻ ആദ്യമായി ട്രൈ ചെയ്തത് റോബോട്ടിക്സ് ആയിരുന്നു. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. ആ ഒരു ടൈമിൽ ഞങ്ങളുടെ കോളേജിൽ ഇൻട്രൊഡക്ടറി റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വർക്ക്ഷോപ്പിൽ ഞങ്ങൾ പങ്കെടുത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ റോബോട്ട് ഞങ്ങൾ ഉണ്ടാക്കി. ആർഡിനോ ഉപയോഗിച്ച് അതിൽ പ്രോഗ്രാമിംഗ് ചെയ്താണ് ഞങ്ങൾ അന്ന് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. ആ ഒരു പ്രൊജക്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്നത് കോഡിംഗ് ആയിരുന്നു. അങ്ങനെ കോഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്നേ വരെ ഞാൻ കോഡിംഗ് പഠിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതിന് പുറമെ ചെറുപ്പം തൊട്ട് കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ടഫാണെന്ന് കേട്ടുകൊണ്ട് എന്നെ കൊണ്ടത് സ്വയം പഠിക്കാൻ പറ്റുമോ എന്ന ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്ത് വന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഞാൻ കരുതി. അങ്ങനെ ആർഡിനോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ റോബോട്ടിക്സ് പ്രൊജക്ടിന് യൂസ് ചെയ്ത കോഡിംഗ് ലാംഗ്വേജ് ആണ് ആർഡിനോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഞാനത് പഠിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പഠിച്ചു തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസ് മൊത്തം കണ്ടു തീർത്തു. വീഡിയോസ് കണ്ടു എന്നല്ലാണ്ട് ഞാൻ ഒരു ലൈൻ കോഡ് പോലും ചെയ്തു നോക്കിയില്ല. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം കണ്ടു തീർത്ത കോൺഫിഡൻസിൽ ഇനി എനിക്ക് ഈസിയായി കോഡിംഗ് ചെയ്യാമെന്ന് ഞാൻ കരുതി. ഞാൻ നേരത്തെ പറഞ്ഞ റോബോട്ടിക്സ് പ്രൊജക്റ്റിലെ കോഡിംഗ് സ്വന്തമായി ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. ഇത്രയൊക്കെ വീഡിയോസ് കണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോസ് കണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസ് വന്ന എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല.
ഇതെന്റെ കോൺഫിഡൻസിനെയും കോഡിംഗ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും എല്ലാം തകർത്തു. അങ്ങനെ ഇതെനിക്ക് പറ്റിയ ഫീൽഡല്ല, നിർത്തിയേക്കാമെന്ന് ഞാൻ കരുതി. ഈ ഒരു ഇൻസിഡന്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്തു. അപ്പോഴാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായത്. ട്യൂട്ടോറിയൽ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ കോഡിംഗ് പഠിക്കാൻ നോക്കിയത്. ഈ ഒരു രീതിയിലായിരുന്നു തെറ്റ്. കോഡിംഗ് അങ്ങനെ പാസീവായി പഠിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. കോഡിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ കോഡിംഗ് ചെയ്ത് തെറ്റുകൾ വരുത്തി അത് സോൾവ് ചെയ്താണ് പഠിക്കേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ കോഡിംഗ് പഠനം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ ട്യൂട്ടോറിയൽ വീഡിയോസ് മാത്രം കാണുന്നതിന് പകരം ഞാനും അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഞാൻ എൻ്റെ കോഡിംഗ് എല്ലാം പഠിച്ചു തീർത്തു. അങ്ങനെ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ റോബോട്ടിക്സ് പ്രോജക്റ്റിലെ കോഡിംഗ് സ്വന്തമായി ചെയ്യാൻ നോക്കി. കുറെ ഇഷ്യൂസും തെറ്റുകളൊക്കെ വന്നെങ്കിലും എനിക്കതൊക്കെ സോൾവ് ചെയ്ത് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നിർത്തിയ സംഭവം എനിക്ക് സ്വന്തം ചെയ്തു തീർക്കാൻ പറ്റി. ഇതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. അതിനോടൊപ്പം തന്നെ കോഡിംഗ് പഠിക്കാനുള്ള എൻ്റെ ഇൻട്രസ്റ്റും ഭയങ്കരമായി കൂടി. ഞാൻ നേരത്തെ ചെയ്ത റോബോട്ടിക്സ് പ്രോജക്റ്റിൽ ഡിഫറെൻറ്റ് കോഡ്സ് അപ്ലൈ ചെയ്ത് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഇത് കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം റോബോട്ടിക്സ് പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ ഹാർഡ്വെയർ കോമ്പോണൻസിന്റെ ആവശ്യമുണ്ട്. അതിന് നല്ല ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിന് പുറമെ എനിക്ക് ഹാർഡ്വെയർ ആസ്പെക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങി. എൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റ് കോഡിംഗ് പാർട്ടിലേക്കായി. അങ്ങനെ ഞാൻ റോബോട്ടിക്സ് നിർത്തി കോഡിംഗ് കൂടുതൽ വരുന്ന ടെക്നോളജി നോക്കി തുടങ്ങി. എൻ്റെ മുന്നിൽ വന്ന ഫസ്റ്റ് ഓപ്ഷൻ വെബ് ഡെവലപ്മെന്റ് ആയിരുന്നു. വെബ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കോഡിംഗ് നമുക്ക് ലൈവായിട്ട് വെബ്സൈറ്റിൽ കാണുകയും ചെയ്യാം. അങ്ങനെ വെബ് ഡെവലപ്മെന്റ് പഠിക്കാം എന്ന് ഞാൻ ഉറപ്പിച്ചു. വെബ് ഡെവലപ്മെന്റ് പഠനം നല്ല ടഫായിരുന്നു. നിരവധി യൂട്യൂബ് വീഡിയോസ് കണ്ടും ഫ്രീ കോഡ് ക്യാമ്പ് പോലെയുള്ള വെബ്സൈറ്റിൽ പ്രാക്ടീസ് ചെയ്തും ഞാൻ പഠിച്ചു തുടങ്ങി. കുറെ ഡൗട്ട്സും ഇറേഴ്സും ഒക്കെ വരും. ഇന്ന് പഠിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാണ്, കാരണം ChatGPT പോലെയുള്ള AI ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന വെബ്സൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡൗട്ട്സ് ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റാവുന്ന ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ്സും ഗെയിംസും ഒക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ BTech ഫൈനൽ ഇയർ ആയി. പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന ടൈം. എനിക്ക് കോഡിംഗ് ആൻഡ് മാത്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് ഇരിക്കുന്നത് കോഡിങ്ങിലും മാത്സിലുമാണ്. അതുപോലെ തന്നെ ഡൊമൈൻ നോളജ് ഇരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. അങ്ങനെ ഇത് മൂന്നും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഞാൻ നോക്കി തുടങ്ങി. എനിക്കങ്ങനെ കിട്ടിയിരുന്നെങ്കിലും വെബ് ഡെവലപ്മെന്റ് കോഡിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊജക്ട് എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ അത് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രൊജക്റ്റിലെല്ലാം വേണ്ട കോഡിംഗ് പൈതൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ വെബ് ഡെവലപ്മെന്റ് കോഡിംഗ് നിർത്തി പൈതൺ കോഡിംഗ് പഠിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ടാണ് എൻ്റെ ഡാറ്റ സയൻസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ പൈതൺ പഠനം സ്റ്റാർട്ട് ചെയ്തു. വെബ് ഡെവലപ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൈതൺ പഠനം വളരെ സിമ്പിൾ ആയിരുന്നു. ഇന്ന് എന്നോട് ആരെങ്കിലും ഏത് കോഡിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തതും പൈതൺ തന്നെയാണ്. കാരണം പൈതൺ ഒരു പ്രോപ്പർ ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. അതുതന്നെ പൈതൺ പഠിക്കാൻ ഇഷ്ടംപോലെ ഫ്രീ റിസോഴ്സ് ഉണ്ട്. അതിന് പൈതണ് വൈഡ് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഞാൻ പൈതൺ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. ഫ്രീ കോഡ് ക്യാമ്പ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് വിത്ത് മോഷ്, ഈ 2 യൂട്യൂബ് ചാനൽസ് കണ്ടാണ് ഞാൻ പൈതൺ കോഡിംഗ് പഠിച്ചത്. അങ്ങനെ പ്രൊജക്ട് ആവശ്യത്തിനായി ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു ടീം ഫോം ചെയ്തു. യൂട്ടിലൈസേഷൻ ഓഫ് ഫ്ലൈ ആഷ് ഇൻ സിവിൽ ഇൻഡസ്ട്രി എന്ന ടോപ്പിക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇത് ബേസിക്കലി ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റ് ആയിരുന്നു. പൈതൺ, എക്സൽ, GIS ഇത് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു പ്രൊജക്ടിന്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനുമാണ്. അങ്ങനെ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തതിലൂടെ എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ഒരു കരിയർ എങ്ങനെയായിരിക്കണം എന്നെനിക്കൊരു ധാരണ കിട്ടി. ഡാറ്റ സയൻസ്, കോഡിങ്ങും മാത്സും ഒരുപോലെ ഇൻവോൾവ് ആയിട്ടുള്ള മേഖലയാണ് ഡാറ്റ സയൻസ്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലെ ട്രാൻസ്പോർട്ടേഷൻ ഡൊമൈനിലായിരുന്നു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ BTechലെ എലക്ടീവ്സ് മുഴുവൻ ഞാൻ എടുത്തത് ട്രാൻസ്പോർട്ടേഷനിലായിരുന്നു. അങ്ങനെ ഡാറ്റ സയൻസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഡൊമൈൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ കോളേജിൽ പ്ലേസ്മെന്റ് ഒക്കെ നടന്നിരുന്നത്. അങ്ങനെ ട്രാൻസ്പോർട്ടേഷനിലെ ഒരു ലീഡിംഗ് ഫേമായ WSP എനിക്ക് ജോലി കിട്ടി. ഹൈവേസ് എഞ്ചിനീയറായി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഫ്രഷർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു ഹൈവേ ഡിസൈനിന്റെ കോൺസെപ്റ്റ്സും അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഒക്കെ പഠിക്കാനായിട്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ഡാറ്റ സയൻസ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിരുന്ന വർക്കിൽ എനിക്ക് എങ്ങനെയൊക്കെ ഡാറ്റ സയൻസ് സ്കിൽസ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നേ നോക്കി. അന്ന് വരെ ചെയ്തിരുന്ന വർക്കിൽ എനിക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അതിന് പുറത്ത് ടീം മാനേജർ സൈഡിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിച്ചു. ഓരോ വീക്കും ഞങ്ങൾ ടീമിന്റെ യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ടീമിലെ ഓരോ ആൾക്കാർ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതൊക്കെയാണ്, എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രാഫ്സ് ആക്കി മാറ്റി പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നു. അന്നേ വരെ അത് ചെയ്തിരുന്നത് മാനുവലായിട്ടാണ്. അതായത് ഞങ്ങൾ ടീമിന്റെ ഡാറ്റാബേസിൽ ഡൗൺലോഡ് ചെയ്യും, അതിനുശേഷം എക്സൽ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം അത് ഗ്രാഫ്സ് ആക്കി മാറ്റിയിട്ടാണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്നത് ഓരോ ടീമും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ടാസ്ക് നിങ്ങളുടെ കമ്പനിയിൽ നടക്കുന്നുണ്ടാവും. അങ്ങനെ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു എൻ്റെ പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നാണ്.
ഞാൻ അതിനു വേണ്ടി റിസർച്ച് തുടങ്ങി. എൻ്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ കുറേ അനലിസ്റ്റുമാരുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ ഒപ്പീനിയൻ ചോദിച്ച് ഒരു സൊല്യൂഷനിലെത്തി. പവർ BI ആൻഡ് SQL ഈ 2 ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കോളേജ് ടൈമിൽ വെബ് ഡെവലപ്മെന്റ് പഠിച്ച സമയത്ത് SQL പഠിച്ചായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത കാരണം ഞാൻ അതൊക്കെ മറന്നുപോയായിരുന്നു. പവർ BI ആണെങ്കിൽ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ പവർ BIയും SQLും ഇത് രണ്ടും പഠിച്ചിട്ട് വേണമായിരുന്നു എനിക്ക് ഈ ടാസ്ക് ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ യൂട്യൂബ് നോക്കി പഠിക്കാൻ തുടങ്ങി. കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് ഞാൻ കണ്ടെങ്കിലും പവൻ ലാൽവാണി എന്ന ക്രിയേറ്ററിന്റെ പവർ BI വീഡിയോസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ പവർ BI യൂസ് ചെയ്ത് ഞങ്ങളുടെ യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് SQL യൂസ് ചെയ്ത് ഈ ഒരു എൻ്റെ പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നാണ്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഡേറ്റാബേസിന്റെ ആക്സസ് വേണം. അതെനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ കുറച്ച് ഡെമ്മി ഡാറ്റയ്ക്ക് യൂസ് ചെയ്ത് ഈ ഒരു സംഭവം, ഈ ഒരു പ്രോസസ്, അതായത് ഈ SQL ഓട്ടോമേഷൻ വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ പവർ BI റിപ്പോർട്ടും SQL യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കിയ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് എൻ്റെ ഐഡിയ ഇഷ്ടപ്പെടുകയും അന്ന് തൊട്ടുള്ള മാനേജ്മെന്റ് ടാസ്ക് എനിക്ക് അസൈൻ ചെയ്യുകയും ചെയ്തു. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു മെസ്സേജ് ഇതാണ്: നിങ്ങളുടെ ഐഡിയ അത് എന്ത് തന്നെ ആണെങ്കിലും ആദ്യം നിങ്ങൾ തന്നെ അതിൽ വർക്കൗട്ട് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ ഐഡിയ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, അത് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതേപോലത്തെ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അങ്ങനെ പതിയെ എൻ്റെ ഡാറ്റ സയൻസിലുള്ള ഇൻട്രസ്റ്റ് മാനേജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് ഡാറ്റ സയൻസ് ഓപ്പർച്യൂണിറ്റി ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന സങ്കടവും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. മാനേജർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അദ്ദേഹം PhD ചെയ്ത പ്രൊജക്റ്റും ഡാറ്റ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു കോൺവെർസേഷനിലൂടെ ഞാൻ ചെയ്യുന്ന വർക്കിൽ, അതായത് ഹൈവേ ഡിസൈൻ വർക്കിൽ തന്നെ എനിക്കൊരു ഡാറ്റ സയൻസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിച്ചു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ടാസ്ക് ആയിരുന്നു അത്. ഞാൻ ആ ടാസ്കിനെ കുറിച്ച് പറയുന്നില്ല, കാരണം അത് മനസ്സിലാവണമെങ്കിൽ ഹൈവേ ഡിസൈൻ നോളജ് വേണം. പക്ഷേ അത് ചെയ്യാനായിട്ട് മെഷീൻ ലേണിംഗിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മെഷീൻ ലേണിംഗ് പഠനം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ്രൂ NGയുടെ ഡീപ്പ് ലേണിംഗ് AI, സ്റ്റാറ്റ്ക്വസ്റ്റ് വിത്ത് ജോഷ് ചാർമർ, ക്രിഷ് നായിക്, ഈ 3 യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടാണ് ഞാൻ മെഷീൻ ലേണിംഗ് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ എനിക്ക് മെഷീൻ ലേണിംഗ് നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒരു മെഷീൻ ലേണിംഗ് ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ iNeuronൽ മെഷീൻ ലേണിംഗ് ബൂട്ട് ക്യാമ്പിന് എൻറോൾ ചെയ്തു. എന്തുകൊണ്ട് iNeuron എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ പ്രൈസിങ് നല്ല അഫോർഡബിളും ആയിരുന്നു. അങ്ങനെ ഞാൻ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈവേസ് പ്രൊജക്റ്റിൽ ഈ മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറേ ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു ടീമൊക്കെ ഫോം ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ കൊണ്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ ആ ഒരു ഐഡിയ വർക്കൗട്ട് ആവും എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. സോ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു ഐഡിയ ഞാൻ തന്നെ വർക്കൗട്ട് ചെയ്ത് ഒരു ചെറിയ ബേസിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ടീമൊക്കെ ഫോം ചെയ്ത് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും റിസർച്ച് തുടങ്ങി. കുറേ അറ്റംപ്റ്റ്സ് ചെയ്തു. കുറേ അറ്റംപ്റ്റ്സ് ഫെയിൽഡ് ആയി. അങ്ങനെ ചെറിയൊരു പ്രോഗ്രസ് വന്ന സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. ഡാറ്റ സയന്റിസ്റ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഡൊമെയിൻ. ഞാൻ കോളേജ് ടൈമിൽ തന്നെ ആഗ്രഹിച്ച ജോബ്. അങ്ങനെ ആ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഹൈവേ ഡിസൈനിങ്ങിൽ ഡാറ്റ സയൻസ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കോളേജ് ടൈമത്തെ ആഗ്രഹിച്ച ജോബ് എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഡാറ്റ സയന്റിസ്റ്റായി സിസ്ട്ര കൺസൾട്ടൻസിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഡാറ്റ എഞ്ചിനീയറിംഗ്, ഡാറ്റ അനാലിസിസ്, വെബ് സ്ക്രേപ്പിംഗ്, ഓട്ടോമേഷൻ, അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് കോളേജ് ടൈമിൽ പഠിച്ചു നിർത്തിയ വെബ് ഡെവലപ്മെന്റ് വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനതൊക്കെ മറന്നുപോയി എന്നതാണ് സത്യം. അതിന് കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ എനിക്ക് തരാനുള്ള സജഷൻ ഇതാണ്: നിങ്ങൾ കോഡിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഫ്രീ കോഡ് ക്യാമ്പ്, ഹാക്കർ റാങ്ക്, ലീഡ് കോഡ് എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഞാൻ പേഴ്സണലി ഇതൊക്കെ യൂസ് ചെയ്തിരുന്നതാണെങ്കിലും ഒട്ടും എൻ്റർടൈനിങ് അല്ലാത്തതുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നിർത്തലായിരുന്നു പതിവ്. അങ്ങനെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ എനിക്കൊരു ഗെയിമിഫൈഡ് ആപ്പ് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതായത് നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റാവുന്ന ഒരു ആപ്പ്, ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റർടൈനിങ് ആയിരിക്കണം. അതായത് ഒരു ഗെയിമിഫൈഡ് എക്സ്പീരിയൻസിലൂടെ പഠിക്കാൻ പറ്റാവുന്ന ഒരു ആപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡാറ്റാസോൾ എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നു. സോ മൂവിങ് അഹെഡ്, ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഡാറ്റ സയൻസ് ആൻഡ് AI പഠിപ്പിക്കണമെന്നുണ്ട്. പൈതൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പഠിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ. ആൻഡ് സെക്കൻഡ്ലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിഫൈഡ് ആപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആൻഡ് നമ്പർ 3, എനിക്ക് എന്നെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി മാസ്റ്റേഴ്സ് എടുക്കണമെന്നുണ്ട്. അതായത് ഈ ഒരു ഡൊമൈൻ ഡാറ്റ സയൻസ് ആൻഡ് AI ഡൊമൈനിൽ മാസ്റ്റേഴ്സ് എടുക്കാനും എനിക്ക് പ്ലാൻ ഉണ്ട്. സോ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഗ്രേറ്റ് കോണ്ടന്റ്സ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഡാറ്റ സയൻസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.